കള്ളാടി ദുരന്തത്തിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇതുവരെ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം 7ആയി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. അതേസമയം കൊങ്കൺ റെയിൽ കോർപ്പറേഷൻ പ്രത്യേക സംഘം ഇന്ന് അപകടസ്ഥലം സന്ദർശിക്കും. അതേസമയം വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ജോഷില ചേരുകയാണ്. ജോഷില, ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇനി എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത്? വിശദാംശം. ഷമി, ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അരുണപ്പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, 2-3 സോണുകളിലുള്ള തിരച്ചിൽ അത് ഇന്നലെയും ഇന്നുമായാണ് സജീവമായിട്ടുള്ളത്. അരുണപ്പുഴയിൽ വീണ ബസ് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു പുറത്തേക്കെടുത്തത്. അതിൻ്റെ പരിസരത്ത് നിന്നാണ് 2 മൃതദേഹങ്ങൾ ഇന്നലെ കിട്ടിയത്. ഇന്ന് പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. വിക്രം റാണയുടേതാണോ മൃതദേഹം എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ബന്ധുക്കൾ ഇതുവരെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ആ രീതിയിലായിരുന്നു മൃതദേഹം എന്നുള്ളത് കൊണ്ടാണ് തിരിച്ചറിയാൻ സാധിക്കാതിരുന്നത്. 2 പേരുടെ ബന്ധുക്കളും ഇവിടെ ഉണ്ട്. അവർ 2 പേരുടെ ബന്ധുക്കളും കണ്ടിട്ട് മൃതദേഹം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് മറ്റ് ഒരു മൃതദേഹത്തിന് കൂടിയുള്ള അല്ലെങ്കിൽ ഒരാൾക്ക് കൂടി വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. 20 അംഗ NDRFിൻ്റെ 20 അംഗ സേനയായിരുന്നു കഴിഞ്ഞ ദിവസം പുഴയിൽ തിരച്ചിൽ നടത്തിയത്. ഇന്നലെ പുഴയിൽ തിരച്ചിൽ നടത്തിയത് ഇന്ന് 30 ആക്കിയിട്ടുണ്ട് എന്നാണ് മന്ത്രി അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം നടത്തിയ തുർക്കി സേനയടക്കം ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇത്തരത്തിലുള്ള ഒരു ഊർജിതമായ ഒരു പ്രവർത്തനം ഒന്നും തന്നെ സാധ്യമായിട്ടില്ല അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. 18 പേർ മിസ്സിംഗ് ആണെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിലും ആ 18 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അത്രയും വേഗതയോടുകൂടിയും അത്രയേറെ ജാഗ്രതയോടുകൂടിയും നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ഇപ്പോൾ കിട്ടിയ മൃതദേഹം എന്ന് പറയുന്നത് ഈ അരുണപ്പുഴയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത്. ആ പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ പോലും നടക്കുന്നത് ഇന്നലെ മുതലാണ്. അത് നേരത്തെ തന്നെ ആ പുഴ കേന്ദ്രീകരിച്ച് ബസ് നീക്കിക്കൊണ്ട് പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് 3 ജീവൻ കൂടി രക്ഷിക്കാൻ, ആ സമയം തന്നെ 3 ജീവൻ കൂടി രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഗതാഗതം പുനഃസ്ഥാപിക്കാനായിരുന്നു ആദ്യത്തെ ദിവസം രാത്രി നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ. ആ സമയത്ത് തിരച്ചിലിനും അത്രയേറെ വേഗതയും ജാഗ്രതയും ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നില്ല. എന്നാൽ ഇന്ന് മുതലാണ് തുർക്കി സേനയുടെ കാര്യമടക്കം അധികൃതർ ശ്രദ്ധിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കൊങ്കൺ റെയിൽവേ അധികൃതർ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ അവശേഷിക്കുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് നേരത്തെ തന്നെ കൊങ്കൺ റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ സാങ്കേതികമായ പരിശോധന നടത്തി അത് മണ്ണ് മാറ്റിയാൽ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടാകുമോ, കൂടുതൽ അപകടത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് കൊങ്കൺ അധികൃതർ ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതുവരെ സംഘം ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചിട്ടില്ല. അതിനുശേഷം ആയിരിക്കും സർക്കാർ മണ്ണ് നീക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് മന്ത്രി അനിൽകുമാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്.